നമ്മുടെ ജീവിതത്തിലെ ആശങ്കകളും വിഷാദങ്ങളും പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്തിയേക്കാം. ഒരു വാക്ക് പോലും നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഒരു വാക്ക് മനുഷ്യന്റെ ഹൃദയത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയും. ഈ നോമ്പ് കാലഘട്ടത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നാം കേട്ട ദൈവിക വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് എങ്ങനെയാകുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് സദൃശ്യവാക്യം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നു: മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം കേട്ട ദൈവിക വചനങ്ങൾ, ആ വചനങ്ങൾ നമുക്ക് എത്ര പേർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? നാം ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ദൈവിക വചനങ്ങളും അത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കുന്നുവെങ്കിൽ അത് അവരുടെ ജീവിതത്തിന് പ്രത്യാശയ്ക്ക് കാരണമായി തീരും. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നിരാശയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിനക്കത് കഴിയുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അതൊരാശ്വാസമാകും. ദുഃഖത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരാശ്വാസമാകും. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ്. ഒരു വാക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാം. ഈ വർഷത്തെ വേൾഡ് കപ്പ് നാം വളരെയധികം സന്തോഷത്തോടെ ആഘോഷിച്ചവരാണ്. കാരണം ഈ വർഷത്തെ 2020 വേൾഡ് കപ്പ് ടൈറ്റിൽ വിന്നറായത് ഇന്ത്യയാണ്. ഇന്ത്യ വിജയത്തിലേക്ക് കൈപിടിച്ചുണർത്തുവാൻ കേരളത്തിന്റെ നമ്മുടെ അഭിമാനമായ സഞ്ജു സാംസന് കഴിഞ്ഞു എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷം അർഹിക്കുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നിരാശ, അദ്ദേഹത്തിന്റെ പ്രയാസം എന്തായിരുന്നുവെന്ന്. ഒരുപക്ഷെ തന്റെ കരിയർ പോലും അവസാനിച്ചു പോകുമെന്ന് ചിന്തിച്ച സഞ്ജു സാംസന് പലരുടെയും വാക്കുകൾ അദ്ദേഹത്തെ ഒരു വലിയ വിജയത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുണർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിലൂടെ അദ്ദേഹം പറഞ്ഞുവല്ലോ, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാപ്രതിഭ അദ്ദേഹത്തിന് വാക്കുകളിലൂടെ ധൈര്യം നൽകി. അനേകർ അദ്ദേഹത്തിന് വാക്കുകളിലൂടെ ധൈര്യം നൽകിയതുകൊണ്ട് ഇന്ത്യയെ ഈ വർഷത്തെ ഒരു വേൾഡ് കപ്പ് വിന്നറാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ നാളുകളിൽ നാം ആ വാക്കുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുവാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 7 മൊഴികളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. യേശുവിന്റെ വാക്കുകൾ ജനം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരുന്നു. തന്റെ ശുശ്രൂഷ വേളകളിൽ യേശു സംസാരിച്ച ഓരോ വാക്കുകളും ഓരോ മനുഷ്യർക്കും പ്രത്യാശ നിറഞ്ഞതായിരുന്നു. യേശുവിന്റെ വാക്കിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ വാക്കിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ വാക്കിൽ പ്രകൃതി അനുസരിക്കുമായിരുന്നു. ദൈവവചനം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ വാക്കിൽ അനേക അത്ഭുതങ്ങൾ നടന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഏറ്റെടുത്ത വാക്കുകൾ, ഏറ്റെടുത്ത ദൈവിക വചനങ്ങൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. നിങ്ങളുടെ ഒരു വാക്ക് മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവർക്ക് വേദന വരാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. നമ്മുടെ വാക്ക് മുഖാന്തരം മറ്റുള്ള ഹൃദയം വേദനിപ്പിക്കാനോ നമ്മുടെ വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവർ തകർന്നു പോകുവാനോ ഇടയാകാതെ നമ്മുടെ വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവർക്ക് പ്രത്യാശയുള്ള വാക്കുകളായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 50-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് വിജ്ഞാനന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. തളർന്നവരെ വാക്കുകൾ കൊണ്ട് ഉണർത്തുവാൻ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ നോമ്പ് കാലഘട്ടത്തിലെ ഈ ദൈവിക സന്ദേശത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകൾ അത് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.